ഹായ് ഗായ്സ്, PSC ബോഡ്മാസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് കേരള മിനിസ്ട്രിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കറണ്ട് അഫയേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് വൈറ്റമിൻസിനെ കുറിച്ചാണ്. എല്ലാവരും ശ്രദ്ധയോടെ അത് കേട്ടിരിക്കുക. വൈറ്റമിൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്റെ പേര് മുഹമ്മദ് റാഫി, PSC ബോഡ്മാസ്. വളർച്ചയ്ക്കും കാര്യക്ഷമമായ പ്രവർത്തനത്തിനും ആവശ്യമായ ഓർഗാനിക സംയുക്തമാണ് ഏതെന്നറിയപ്പെടുന്നത് വൈറ്റമിൻ. നമ്മുടെ ശരീരത്തിന്റെയും വളർച്ചയ്ക്കും കാര്യക്ഷമമായ പ്രവർത്തനത്തിനും ആവശ്യമായ ഓർഗാനിക സംയുക്തമാണ് ഏതെന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ കോഎൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ഏത് വൈറ്റമിൻ. കോഎൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? വൈറ്റമിൻസ് ആണ്. ഓക്കെ, കാസ്മർ ഫ്രാങ്ക് ആണ് ആദ്യമായിട്ട് വൈറ്റമിൻസിന് നാമകരണം ചെയ്തത്. അപ്പോൾ കാസ്മർ ഫ്രാങ്ക് ആണ് ആദ്യമായി വൈറ്റമിൻ എന്ന് നാമകരണം ചെയ്തത്. അപ്പോൾ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വൈറ്റമിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. വൈറ്റമിൻ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്നും അതേപോലെ തന്നെ വാട്ടർ സോലുബിൾ വൈറ്റമിൻ എന്നും ആയിട്ടാണ് തിരിക്കുന്നത്. ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്നും, വാട്ടർ സോലുബിൾ എന്നാൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്നും ആണ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ എന്നിവ ആണ്. ഓക്കെ, അപ്പം അടക്ക എന്ന രീതിയിലാണ് ഒരു ട്രിക്ക് ഉള്ളത്. അടക്ക എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണെന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പം അതൊരു ട്രിക്കാണ്, PSC ട്രിക്കാണ്. അടക്ക എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഏത് വൈറ്റമിൻ ആണെന്ന് വിചാരിക്കണം? ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണെന്ന് വിചാരിക്കണം. ഇനി വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ അഥവാ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ സി, വൈറ്റമിൻ ബി. അപ്പം വൈറ്റമിൻ ബിയും അതേപോലെ തന്നെ വൈറ്റമിൻ ബിയുടെ സബായിട്ടുള്ള വൈറ്റമിൻസും എല്ലാം എന്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്? വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് വൈറ്റമിൻസും അവയുടെ ശാസ്ത്രീയ നാമമാണ്. അപ്പം വൈറ്റമിൻസ് ഏതൊക്കെയാണ്? നമുക്ക് അറിയാവുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻസ് എ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. ഓക്കെ, അതിനകത്ത് വൈറ്റമിൻ ബി തന്നെ വൈറ്റമിൻ B1 ആയിട്ടും B2 ആയിട്ടും B3 ആയിട്ടും B5 ആയിട്ടും B6 ആയിട്ടും B7 ആയിട്ടും B9 ആയിട്ടും അതേപോലെ തന്നെ B12 ആയിട്ടും വേർതിരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഏതാണ്? റെറ്റിനോള്. വൈറ്റമിൻ എ റെറ്റിനോള്. വൈറ്റമിൻ A1 ആണ് ഏതെന്നറിയപ്പെടുന്നത്? ബീറ്റ കരോട്ടീൻ എന്ന് അറിയപ്പെടുന്നത്. വൈറ്റമിൻ എ ഏതാണ്? റെറ്റിനോള്. വൈറ്റമിൻ A1 ഏതാണ്? ബീറ്റ കരോട്ടീൻ. അപ്പം വൈറ്റമിൻ B1 തയമിൻ. വൈറ്റമിൻ B1 ഏതാണ്? തയമിൻ. വൈറ്റമിൻ B2 റൈബോ ഫ്ലാവിൻ. വൈറ്റമിൻ B2 ഏതാണ്? റൈബോ ഫ്ലാവിൻ. ഓക്കെ, അടുത്തത് വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3 രണ്ട് പേരിൽ അറിയപ്പെടും. ഒന്ന് നിയാസിൻ എന്നും അതേപോലെ തന്നെ നിക്കോട്ടിനിക് ആസിഡ് എന്ന് അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B3 ആണ്. അപ്പം നിയാസിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ നിക്കോട്ടിനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിനും ഏതാണ്? വൈറ്റമിൻ B3 ആണ്. അടുത്ത വൈറ്റമിൻ B5 ആണ്. പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B5 ആണ്. പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B5 ആണ്. അടുത്തത് വൈറ്റമിൻ B6 ആണ്. പിരഡോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ B6 പിരഡോക്സിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ B7 ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ B7 ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് വൈറ്റമിൻ B9 ആണ്. B9 ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് വൈറ്റമിൻ B12 ആണ്. കൊബാലാമിൻ. വൈറ്റമിൻ B12 കൊബാലാമിൻ ആണ്. കൊബാലാമിൻ. അപ്പോൾ അതിനകത്ത് കൊബാൾട്ട് ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. വൈറ്റമിൻ B12 കൊബാൾട്ട് ഉള്ളത്. അപ്പം കൊബാലാമിൻ. അടുത്തത് ഏതാണ്? വൈറ്റമിൻ ബിക്ക് ശേഷം ഏതാണ്? സി ആണ്. അപ്പം വൈറ്റമിൻ സി ഏതാണ്? ആസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി ഏതാണ്? ആസ്കോർബിക് ആസിഡ്. അതേപോലെ വൈറ്റമിൻ ഡി ഏതാണ്? കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിക്കൊക്കെ സബ് ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം അത് കണ്ടിന്യൂഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ഏതാണ്? ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. കിനോൺ ആണ്. വൈറ്റമിൻ കെ ഫില്ലോ കിനോൺ അഥവാ മെനോക്കിനോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് K1 ആണ്. ഓക്കെ, അപ്പോൾ കെനെ പിന്നെയും തിരിക്കുന്നുണ്ട്. ഫില്ലോക്കിനോണെന്നും അതേപോലെ തന്നെ മെനോക്കിനോണെന്നും തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ സബ് ഡിവിഷനിൽ അല്ലെങ്കിൽ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഇതെല്ലാം കൂടെ ചേർത്തൊരു കോഡുണ്ട്. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ട്രിക്കാണ്. അപ്പം നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇതെല്ലാം ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ,
അടുത്തതായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വൈറ്റമിൻസിനെയും പഠിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ എ ആണ്. അപ്പം വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം നമ്മൾ നേരത്തെ നോക്കി, റെറ്റിനോൾ ആണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. അതേപോലെ തന്നെ പാലിൽ, ഇലക്കറികളിൽ ധാരാളമായി കാണുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. പാലിലും ഇലക്കറികളിലും ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. പിന്നെ നമ്മൾ പഠിച്ചു വൈറ്റമിൻ എക്ക് ഒരു സബ് ഡിവിഷൻ ഉണ്ട്, വൈറ്റമിൻ A1 എന്ന് പറയും. അപ്പോൾ വൈറ്റമിൻ A1നെ പ്രോ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? വൈറ്റമിൻ A1 ആണ്. വൈറ്റമിൻ A1 ആണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബീറ്റ കരോട്ടിൻ. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഏത്? ബീറ്റ കരോട്ടിൻ. ഓക്കെ. ഇനി വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഏതെന്നറിയപ്പെടുന്നത്? സിറോഫ്താൽമിയ. അതായത് കണ്ണുനീരില്ലാതെ പറ്റിപ്പോകുന്ന ഒരവസ്ഥയാണ് സിറോഫ്താൽമിയ. ഓക്കെ. അപ്പോൾ സിറോഫ്താൽമിയ അഥവാ നിശാന്തത, അതായത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിശാന്തത. അപ്പം അതും എന്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടാണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടാണ്. B2 ആണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. വൈറ്റമിൻ B1. വൈറ്റമിൻ B1നെ അതിൻ്റെ ശാസ്ത്രീയ നാമം തൈമിൻ എന്നാണ്. അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ്. അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ബെറി. അപ്പം വൈറ്റമിൻ B1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്നറിയപ്പെടുന്നത്? ബെറി. അപ്പോൾ അടുത്തതായി പഠിക്കുന്ന വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2ന്റെ ശാസ്ത്രീയ നാമമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B2ന്റെ ശാസ്ത്രീയ നാമമാണ് ഏത്? റൈബോഫ്ലാവിൻ. അതേപോലെ തന്നെ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഏതാണ്? വൈറ്റമിൻ B2 ആണ്. മഞ്ഞ നിറം നൽകുന്നത് വൈറ്റമിൻ B2 ആണ്. അതേപോലെ തന്നെ പാലിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B2 ആണ്. ഇനി അതിന്റെ ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അറിബോഫ്ലാവിനോസിസ്. വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന വൈറ്റമിൻ B3 ആണ്. വൈറ്റമിൻ B3 നിയാസിൻ എന്നും അതേപോലെ തന്നെ നിക്കോട്ടിനിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. വൈറ്റമിൻ B3 നിയാസിൻ എന്നും നിക്കോട്ടിനിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. ഓക്കെ. അടുത്തത് വൈറ്റമിൻ B5നെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പാൻഡോതെനിക് ആസിഡ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. വൈറ്റമിൻ B5ന് പാൻഡോതെനിക് ആസിഡ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ B6 പിരഡോക്സിൻ. വൈറ്റമിൻ B6 ഏതാണ്? പിരഡോക്സിൻ. വൈറ്റമിൻ B6 പിരഡോക്സിൻ. അനീമിയ, അതായത് ഒരു തരം അനീമിയ, പക്ഷേ നമുക്ക് PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അനീമിയ വൈറ്റമിൻ B9 ആണ്. ഓക്കെ. അപ്പം വൈറ്റമിൻ B9 ആണ് അനീമിയ വരുന്നത്. വൈറ്റമിൻ B6ഉം അനീമിയ വരും. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അനീമിയ തന്നെ പലതരം അനീമിയ ഉണ്ട്. അതിൽ ഒരു തരം അനീമിയാണ് B6 കൊണ്ടുവരുന്നത്. അപ്പം B9 മാത്രമേ നമ്മൾ ഓർക്കാവുള്ളൂ. അടുത്തത് വൈറ്റമിൻ B7 ആണ്. ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ B7 ബയോട്ടിൻ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ജീവകം H, ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B7 ആണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് വൈറ്റമിൻ B9നെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു അനീമിയക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B9 ആണ്. അതേപോലെ ഫോളിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B9 അറിയപ്പെടുന്നത്. അപ്പോൾ അനീമിയക്ക് കാരണമാകുന്ന, വിളർച്ചക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഏതാണ്? ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ടാണ് വിളർച്ചക്ക് കാരണമാകുന്നത്. അപ്പം വൈറ്റമിൻ B9 ആണത്. ഓക്കെ. ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏത് തരം അനീമിയാണ്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്. ഇനി അനീമിയ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വൈറ്റമിൻ B9 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതായിട്ട് പഠിക്കുന്ന വൈറ്റമിൻ B12 ആണ്. അപ്പം നമ്മൾ വൈറ്റമിനും ശാസ്ത്രീയ നാമവും പഠിച്ചു. വൈറ്റമിൻ B12 സയാനോ കൊബാലാമിൻ ആണ്. അതിനകത്ത് എന്തുണ്ട്? കൊബാൾട്ട് ഉണ്ട്. അപ്പം സയാനോ കൊബാലാമിൽ എന്തുണ്ട്? കൊബാൾട്ട് ഉണ്ട്. അതായത് വൈറ്റമിൻ B12ന്റെ ശാസ്ത്രീയ നാമമാണ് സയാനോ കൊബാലാമിൻ. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആണ്. ഇനി കൊബാൾട്ട് അയണിനെ ആഗീകരണം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ കൊബാൾട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന് വേണ്ട അയണിനെ ആഗീകരണം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നമുക്ക് എന്തുണ്ടാകാം? അനീമിയ ഉണ്ടാകാം. പെർനീഷ്യസ് അനീമിയ. എന്തെന്നാണ് അറിയപ്പെടുന്നത്? പെർനീഷ്യസ് അനീമിയ. അപ്പോൾ അനീമിയ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ B9 ആണ്. ഇനി അനീമിയ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മെഗാലോബ്ലാസ്റ്റിക്
അനീമിയ B9 ആണ്. അതേസമയം B12 ഏത് തരം അനീമിയാണ്? പെർനീഷ്യസ് അനീമിയാണ്. ഇത് കുറച്ചും കൂടെ ഹയർ ലെവലിൽ എക്സാമിനൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ അനീമിയ എന്ന് പഠിക്കുമ്പോൾ നമ്മൾ B9 മാത്രമേ ഓർക്കാവുള്ളൂ. ഓക്കെ, ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയാൻ കാരണം തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന വൈറ്റമിൻ C ആണ്. ആസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ C ആസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. അതേപോലെ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ C. അതേപോലെ സിട്രിക് ആസിഡ് കാണപ്പെടുന്ന ഇതാണ് ഓറഞ്ചും അതേപോലെ തന്നെ നാരങ്ങയൊക്കെ. അപ്പോൾ സിട്രിക് ആസിഡ് കാണപ്പെടുന്ന അതാണ് ഓറഞ്ച്, നാരങ്ങ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്താൽ മതി വൈറ്റമിൻ സിയിലാണ് എന്ത്? ആസ്കോർബിക് ആസിഡ് ഉള്ളത്. ഓക്കെ, ഫ്രഷ് ഫുഡ് വൈറ്റമിനും എന്നും അറിയപ്പെടുന്നു. ഇനി ആഹാര പദാർത്ഥം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ C. അപ്പോൾ നെല്ലിക്ക, നാരങ്ങയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കഴിക്കുന്നത്? ചൂടാക്കി കഴിക്കാറില്ലല്ലോ. ഓക്കെ അല്ലേ? അടുത്തത് രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വൈറ്റമിനാണ് ഏതെന്നറിയപ്പെടുന്നത്? നമ്മുടെ വൈറ്റമിൻ C. അതേപോലെ തന്നെ മൂത്രത്തിലൂടെ ധാരാളമായി വിസർജിച്ച് പോകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ C. അപ്പോൾ മൂത്രത്തിലൂടെ ധാരാളമായി വിസർജിച്ച് പോകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ C. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വൈറ്റമിൻ. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ C ആണ്. ഇനി വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. വൈറ്റമിൻ C സ്കർവി. ഓക്കെ, അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ മോണയിൽ, നമ്മുടെ പല്ലുവാടി ചേർന്ന മോണയിൽ അവിടെ രക്തം വരുന്ന ഒരു രക്തസ്രാവം ചെറുതായിട്ട് ഉണ്ടാകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അതിന് കാരണമാകുന്നതും എന്തിൻ്റെ കുറവ് കാരണം കൊണ്ടാണ്? വൈറ്റമിൻ സിയുടെ കുറവ് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ C ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അടുത്ത സെക്ഷൻ വൈറ്റമിൻ D ആണ്. വൈറ്റമിൻ ഡിയുടെ പേരാണ് കാൽസിഫെറോൾ. അപ്പോൾ സയന്റിഫിക് നെയിമാണ് കാൽസിഫെറോൾ. അതേപോലെ തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നും അതേപോലെ തന്നെ സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ D ആണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ. അപ്പോൾ കാൽസിഫെറോളിൽ കാൽസ്യം ഉണ്ട്. കാൽസ്യമാണ് എന്തിന്റെ മെയിൻ ഘടന എന്നറിയപ്പെടുന്നത്? എല്ലിന്റെയും പല്ലിന്റെയും. അപ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ D തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്തത് കാൽസ്യം എന്ന മൂലകത്തെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ D. അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിൻ്റെ കുറവ് കാരണം കൊണ്ടുണ്ടാകുന്നതാണ് റിക്കറ്റ്സ്. അത് നമ്മുടെ അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് റിക്കറ്റ്സ്, അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് റിക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാൽസ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വൈറ്റമിൻ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗത്തിന് കാരണമാകുന്നത്. അപ്പോൾ അപ്പം ഇതും ഡിയും കുറേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി D തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഹയർ എക്സാമുകൾക്ക് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം നോക്കുക. D2 എന്നും D3 എന്നും എന്തുണ്ട്? വൈറ്റമിൻ ഡിയെ തിരിക്കുന്നുണ്ട്. അപ്പം D2 ഏതാണെന്ന് ചോദിച്ചാൽ എർഗോസ്റ്റിറോൾ. അപ്പം എർഗോസ്റ്റിറോൾ ആണ് വൈറ്റമിൻ D2. അപ്പം വൈറ്റമിൻ D2 ഏതാണ്? എർഗോസ്റ്റിറോൾ. അതേപോലെ വൈറ്റമിൻ D3 കോൾ കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ D3. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അത് ഞാൻ താഴെയാണ് ഇട്ടിരിക്കുന്നത്, കാരണം അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അതെന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് വൈറ്റമിൻ ഇയും വൈറ്റമിൻ കെയുമാണ്. അപ്പോൾ ആദ്യമായിട്ട് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ എന്ന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ടോക്കോഫെറോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നും വന്ധ്യത ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നും വന്ധ്യത ഹോർമോൺ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, അതേപോലെ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ തന്നെയാണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഇ ആണ്. അതേപോലെ നിരോക്സികാരി കൂടിയായ വൈറ്റമിൻ, അതായത് ഡീറ്റോക്സിഫിക്കേഷൻ, നിരോക്സികാരി കൂടിയായ വൈറ്റമിൻ ആണ് ഏതെന്നറിയപ്പെടുന്നത്? വൈറ്റമിൻ ഇ. ഇനി വൈറ്റമിൻ കെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ എന്ന് ആണ് അറിയപ്പെടുന്നത്. മെനോക്വിനോൺ എന്ന് പറഞ്ഞ് വേറൊരു വൈറ്റമിൻ K1 എന്ന് പറഞ്ഞ് വേറൊരെണ്ണം കൂടെ ഉണ്ട്. അതിപ്പം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഫില്ലോക്വിനോൺ എന്ത് ചെയ്യുക? ഓർക്കുക. ഇനി രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത്.
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻസിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ. അതിനകത്ത് ഉൾക്കൊള്ളാത്ത 2 എക്സ്ട്രാ PSC ക്വസ്റ്റ്യൻസും കൂടെ ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് പഠിച്ചാലും നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്ന പോർഷൻ ഏകദേശം കംപ്ലീറ്റ് അല്ലെങ്കിലും ഒരു 90% അടുത്ത് PSCക്ക് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏതെന്നാണ്? വൈറ്റമിൻ K ആണ്. ഓക്കെ, വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ K ആണ്. അതേപോലെ തന്നെ വൈറ്റമിൻ B5 B7. അപ്പം നമ്മുടെ ഓപ്ഷനിൽ B ഉണ്ട്, K ഉണ്ട്, C ഉണ്ട്, D ഉണ്ടെങ്കിൽ നമ്മൾ B എഴുതരുത്. കാരണം B എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ്, അതായത് B കോംപ്ലക്സ് ആണ്. അപ്പം B നമുക്ക് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് മാത്രമേ എഴുതാവുള്ളൂ? K മാത്രമേ നമ്മൾ കറുപ്പിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ വന്നാൽ നമ്മൾ K മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് B5 B7 നമുക്ക് രേഖപ്പെടുത്താം. ഓക്കെ, ഇനി കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ K ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ K. രക്തകട്ട പിടിക്കാൻ നമ്മൾ സഹായിക്കുന്ന വൈറ്റമിൻ K ആണ്. അപ്പോൾ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വൈറ്റമിൻ K ആണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വൈറ്റമിൻ എന്ന പോർഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം എന്നെ ഗ്രഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് പഠിക്കുന്ന PSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് എല്ലാവരും കാണുക. മുമ്പത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും അതും കൂടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ബൈ.